സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പയ്ക്ക് വീണ്ടും ശ്വാസതടസ്സം, ആരോഗ്യസ്ഥിതി മോശമായി. റോമിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും ഗുരുതരാവസ്ഥയിലായി. പാപ്പയുടെ ആരോഗ്യനിലയിൽ കഴിഞ്ഞ ദിവസം വരെ നേരിയ പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ സ്ഥിതി വഷളായി. 2 തവണ ശ്വാസതടസ്സമുണ്ടായെന്നും കടുത്ത അണുബാധയും കഫക്കെട്ടും അനുഭവപ്പെടുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്നും നിലവിൽ പാപ്പയ്ക്ക് കൃത്രിമ ശ്വാസം നൽകുവാൻ വീണ്ടും ആരംഭിച്ചുവെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ഫെബ്രുവരി 14 ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ന്യൂമോണിയാണെന്ന് കണ്ടെത്തി. പാപ്പയുടെ ചികിത്സ ആരംഭിച്ചിട്ട് 3 ആഴ്ചയായിട്ടും ഗുരുതരാവസ്ഥ ഇതുവരെ തരണം ചെയ്തിട്ടില്ല എന്ന സൂചനയാണ് പുതിയ വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ശ്വാസതടസ്സമില്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ സ്ഥിതി ഗുരുതരമാകുകയായിരുന്നു. മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ എല്ലാ ദിവസവും രാത്രി ജപമാല സമർപ്പണം നടക്കുന്നുണ്ട്. ഇന്നലെ നടന്ന പ്രാർത്ഥനയ്ക്ക് ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് നേതൃത്വം നൽകി. ഇതുകൂടാതെ രാവും പകലും ജെമല്ലി ആശുപത്രിയുടെ മുന്നിലുള്ള ജോൺ പോൾ 2 പാപ്പയുടെ രൂപത്തിന് മുന്നിലെത്തി പ്രാർത്ഥിക്കുന്നവരും നിരവധിയാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.